ഹായ് ഓൾ, എല്ലാവർക്കും എജ്യൂബ്ലിസ് ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് PYQ ക്വസ്റ്റ്യൻസ് ആണ്. കാറ്റഗറി 1 2025 ചോദിച്ചിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പല വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നമാണ് എന്ത്, ഇംഗ്ലീഷിൽ നമ്മൾ വിചാരിക്കുന്ന ഉത്തരമായിരിക്കില്ല. നമ്മൾ ഓപ്ഷൻസ് 4 നോക്കുമ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കുമല്ലോ മിക്കവാറും ശരിയാവില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ നമുക്ക് മത്സര പരീക്ഷകളിൽ മാർക്ക് കുറയുന്നത്. നമ്മൾ PYQ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ PYQ ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഐ എൻജോയ് ബോത്ത് റീഡിങ് ആൻഡ് ഡ്രോയിങ്. ദേ ആർ മൈ ഫേവറേറ്റ്. ഓപ്ഷൻസ് നോക്കാം. ടാസ്ക്, ഹാബിറ്റ്സ്, ഹോബീസ്, ഡ്യൂട്ടീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് എന്താണ് വരിക? സിമ്പിൾ അല്ലേ? എന്താണ് റീഡിങ് ആൻഡ് ഡ്രോയിങ്? നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിനെ പറയില്ല? ഹോബീസ് എന്നാണ് പറയുക അല്ലേ? ഹോബീസ് അല്ലേ? അതെന്തെങ്കിലും ഡ്യൂട്ടിയാണോ അല്ലല്ലോ? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ നമ്മൾ വായിക്കല്? ഒരു ജോലിൻ്റെ ഭാഗമായിട്ട് അല്ലല്ലോ? അല്ലെങ്കിൽ ഒരു ടാസ്ക് ആണോ? അല്ല. എന്താണത്? ഒരു ഹോബിയാണ്, നമ്മളൊരു വിനോദത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിൻ്റെ ആൻസർ വരിക സി ആണ്. നെക്സ്റ്റ് നോക്കാം. വിച്ച് വേർഡ് ഈസ് ഓപ്പോസിറ്റ് മീനിങ് ടു എക്സ്പാൻഡ്? എക്സ്പാൻഡ് എന്ന് വെച്ചാൽ എന്താ? വലുതാവുക. എന്താണ്? വലുതാവുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ചെറുതാവുക എന്നുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഇൻക്രീസ്, എൻലാർജ്, എക്സ്റ്റെൻഡ്, കോൺട്രാക്ട്. അപ്പം എന്താ? ഇൻക്രീസ് എന്ന് വെച്ചാൽ എന്താ? പിന്നെ ഇൻക്രീസ് ആവുക എന്ന് വെച്ചാൽ വലുതാവുക. എൻലാർജ് എന്ന് വെച്ചാൽ സെയിം മീനിങ് ആണ്, എന്ത്? വലുതാവുക. എക്സ്റ്റെൻഡ് എന്ന് വെച്ചാൽ എന്താണ്? വലുതാവുക. അപ്പോൾ അതിൻ്റെ ഒരൊറ്റ വേർഡ്സ് മാത്രമാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. എന്താണ്? കോൺട്രാക്ട് എന്ന് വെച്ചാൽ എന്താകുകയാണ്? സ്മോൾ ആവുക, ചെറുതാവുക എന്നുള്ള അർത്ഥം വരുന്നത് ഏതാണ്? കോൺട്രാക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വേർഡ് മീൻസ് നെക്സ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് വേർഡ് മീൻസ് ദ സെയിം ആസ് വെരി ലാർജ്? വെരി ലാർജ് എന്നുള്ള സെയിം മീനിങ് വരുന്നത് എന്താണ്? ടൈനി ആണോ? ബ്യൂട്ടിഫുൾ ആണോ? നോർമൽ ആണോ? ഹ്യൂജ് ആണ്? ഏതാണ്? ഹ്യൂജ് ആണ് എന്താർത്ഥം വരുന്നത്? വെരി ലാർജ് എന്നുള്ള അർത്ഥം വരുന്നത്. ഈസി അല്ലേ? നെക്സ്റ്റ്, ദ ടീച്ചർ ഹാസ്ക്ഡ് ഹെർ സ്റ്റുഡൻസ് ടു ഡാഷ് ദർ അസൈൻമെന്റ്സ് ബൈ ദി എൻഡ് ഓഫ് ദി വീക്ക്. നമ്മൾ എന്താണ് പറയല്? സ്റ്റുഡൻസിനോട് എന്താണ് പറയല്? സബ്മിറ്റ് ചെയ്യാനല്ല പറയല്? സബ്മിറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരിക സബ്മിറ്റ്. നെക്സ്റ്റ്, 10,000 സോ ഐ അറ്റ് എ ഗ്ലാൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ഹൈപ്പർബോല ആണോ? സിമിലി ആണോ? അലിട്രേഷൻ ആണോ? മെറ്റഫർ ആണോ? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഹൈപ്പർബോലയാണ്. ഹൈപ്പർബോല എന്ന് വെച്ചാൽ എന്താ? വലിയ ആശ്ചര്യത്തോടു കൂടി ഒരു കാര്യത്തെ വലുതാക്കി പറയുന്നതിനാണ് എന്ത് പറയുക? ഹൈപ്പർബോല പറയും. നെക്സ്റ്റ്, ഹി ഹാർഡ്ലി കംസ് ടു ഓഫീസ് ദിസ് ഡേയ്സ്. ഇതെന്താണ്? ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിലെ ബേസിക് ആയിട്ടുള്ള റൂളാണ് എന്ത് നെഗറ്റീവ് വന്നാൽ അവിടെ പോസിറ്റീവ് ഉണ്ടാവും. ഈ ഹാർഡ്ലി എന്ന് വെച്ചുള്ള വേർഡ് നോക്കൂ. ഹാർഡ്ലി എന്ന് വെച്ചാൽ എന്താണ്? അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതെന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. എന്ത്? നെഗറ്റീവ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡിഡ് ഹി, ഡസ് ഹി, ഡസിൻ ഹി, ഡോൺ ഹി. അപ്പോൾ ഇതിൽ എന്താണ്? ഡസിൻ ഹിയും നെഗറ്റീവ് ആണ്, ഡോൺ ഹിയും നെഗറ്റീവ് ആണ്. അത് രണ്ടും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പിന്നെ എയും ബിയും ആണുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സെൻറ്റൻസ് ഡിഡ് ഹിയും ഉണ്ട്, ഡസ് ഹിയും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് വരുന്നത്? വേറെ വേർഡ് നോക്കാം. രണ്ടാമത്തെ വേർഡായിട്ടുള്ള കംസ് നോക്കാം. കംസ് എന്താണ്? ഇതിൽ ഒരു പ്രസന്റ് ടെൻസ് ആണല്ലോ. അപ്പോൾ അതിനോട് യോജിക്കുക ഏതാണ്? ഡസ് ഹി ആണ്. അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ബി ആണ്. നെക്സ്റ്റ്, എ പേഴ്സൺ ഹൂ narrates or writes their own life story is working on. സ്വന്തമായിട്ട് നമ്മളെ ആത്മകഥ എഴുതലില്ലേ, അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുക? ബയോഗ്രഫി ആണോ? ഓട്ടോബയോഗ്രഫി ആണോ? ഷോർട്ട് സ്റ്റോറി ആണോ? എ ലെജൻഡ് ആണോ? എന്താണ്? ഓട്ടോബയോഗ്രഫി. സ്വന്തമായിട്ട് ബയോഗ്രഫി എഴുതാൻ എന്താണ് പറയുക? ഓട്ടോബയോഗ്രഫി. നെക്സ്റ്റ് ചോദ്യം നോക്കാം. 135. ദ ഷെഫ് വാസ് പ്രിപ്പയറിങ് എ ഡെലിഷ്യസ് മീൽ. എ ഡെലിഷ്യസ് മീൽ എന്ന് വെച്ചാൽ is prepared by the chef, has prepared by the chef, had been prepared by the chef, was being prepared by the chef. അപ്പോൾ അതെന്താണ്? പ്രിപ്പയറിംഗ് എന്ന് വെച്ചുള്ള സാധനമല്ലേ, അതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക? ആ ഷെഫ് എന്താണ് നിലവിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ഡെലീഷ്യസ് മീൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരിക എന്താണ്? അദ്ദേഹത്തിനാൽ എന്താണ് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ ആയിട്ട് ചെയ്തത്? വാസ് ബീങ് പ്രിപ്പയർഡ് ബൈ ദി ഷെഫ്. അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ആഫ്റ്റർ എ ലോങ് വാക്ക് ദേ റെസ്റ്റഡ് ഡാഷ് ദി ഷെയ്ഡ് ഓഫ് എ ലാർജ് ട്രീ ഓൺ ബൈ അറ്റ് ഇൻ. എന്താണ് ആ ട്രീയുടെ താഴെ വിശ്രമിച്ചു എന്നുള്ളത് നമ്മൾ എന്താണ് വിശ്രമിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇന്നാണ്. അതിൻ്റെ അണ്ടറിലാണ് എന്ത് അവർ വിശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് യൂസ് ചെയ്യുക? ഇന്നാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ചോദ്യം നോക്കാം. 137. വൺ ഷുഡ് സിമ്പതൈസ് ഡാഷ് പുവർ. സോ എന്താണ്? 4 ആണോ, വിത്ത് ആണോ, 2 ആണോ, ഇന്നാണ്? ഇതിന് ആൻസർ ആയിട്ട് വരിക എന്താണ്? വൺ ഷുഡ് സിമ്പതൈസ് വിത്ത് പുവർ. വിത്ത് ആണ് നമ്മൾ അവിടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് പാസ്റ്റ് ആർട്ടിഫാക്ട്സ് ആൻഡ് റിമെയിൻസ്. അതായത് പണ്ടുള്ള പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആളെ എന്താണ് വിളിക്കുക? എ ബയോളജിസ്റ്റ് ആണ്. അല്ല, ബയോളജിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ബയോളജിയുമായിട്ട് ഈ നടക്കുന്ന ആൾ, അയാളാണോ? അല്ല. പിന്നെന്താണ്? ലിംഗ്വിസ്റ്റ് ആണ്. ലിംഗ്വിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഭാഷ പഠിക്കുന്ന, ഭാഷയിൽ ഗവേഷണം നടത്തുന്ന ആളാണ്. അല്ല. അസ്ട്രോണമർ. അസ്ട്രോണമർ എന്ന് വെച്ചാൽ എന്താ? സ്പേസിലേക്ക് പോകുന്ന ആളാണോ? അല്ല. പിന്നെന്താണ് ഉത്തരം? ആർക്കിയോളജിസ്റ്റ്. ആർക്കിയോളജിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പുരാവസ്തു ഗവേഷണത്തിൽ ഏർപ്പെടുന്ന ആള്. സോ നെക്സ്റ്റ്, വെൻ നൈക്ക ഡിസൈഡഡ് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് അറ്റ് ദ 11th hour, ഷീ ഈസ് അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഡാഷ്. അതിൻ്റെ ആൻസർ ആയിട്ട് വരും എന്താ? അവൾ അവസാനത്തെ 11th hour എന്ന് വെച്ചാൽ ലാസ്റ്റ് നിമിഷത്തിൽ, അവസാനത്തെ നിമിഷത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് യോജിക്കുന്നതാണ്. ആഫ്റ്റർ എ കെയർഫുൾ കൺസിഡറേഷൻ ആണോ? അവസാനം വരെ കാത്തു നിൽക്കുമെന്നല്ല, കെയർഫുള്ളായി നോക്കുന്ന ആളല്ല. ഫോളോയിങ് എക്സ്റ്റെൻസീവ് പ്രിപ്പറേഷൻ. അല്ല, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾ അവസാന നിമിഷം വരെ കാത്തിരിക്കില്ല. പിന്നെന്താണ്? ഇത് തന്നെ, അറ്റ് ദി ലാസ്റ്റ് മൂമെന്റ്, അവസാന നിമിഷം വരെ അവൾ എന്ത് ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് എക്സ്പ്രസസ് ആൻ ഒപ്പീനിയൻ. ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ഇതിൽ ഏതാണ്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതൊരു ഒപ്പീനിയൻ ആണോ? അല്ല, ഒരു ഫാക്റ്റ് ആണ്. അപ്പോൾ അതല്ല. നെക്സ്റ്റ് നോക്കാം. വാട്ടർ ഫ്രീസസ് അറ്റ് 0 degree Celsius. അതും എന്താണ്? ഒരു ഫാക്റ്റ് ആണ്. വെള്ളം 0 ഡിഗ്രിയിൽ ഫ്രീസ് ആവുന്നുള്ളത്. ഷീ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ സ്കൂൾ. ഇതെന്താണ്? ഷീ ഈസ് ദ ബെസ്റ്റ്, അതായത് നമ്മളൊരു ടീച്ചർ ബെസ്റ്റാണ് സ്കൂളിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒപ്പീനിയൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ്. എന്തുകൊണ്ടാണ്? അത് ഒപ്പീനിയൻ ആയതുകൊണ്ട്. നെക്സ്റ്റ്, ഷീ വെൻ ടു ദി സ്റ്റോർ ടു ബൈ ഡാഷ് എഗ്സ് ആൻഡ് ബ്രെഡ്. എന്താണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്? സം ഉണ്ട്, എനി ഉണ്ട്, മച്ച് ഉണ്ട്, മെനി ഉണ്ട്. ഇതിൽ എന്താണ് വരിക? ബൈ എഗ്സ് ആൻഡ് ബ്രെഡ്. കുറച്ചല്ലേ? കുറച്ച് നമ്മൾ യൂസ് ചെയ്യില്ല. എന്താണ്? സം. നെക്സ്റ്റ്, ദ മൗണ്ടൈൻ പീക്ക് വാസ് കവേർഡ് ഇൻ സ്നോ. ദ മൗണ്ടൈൻ പീക്ക് വാസ് ഡാഷ് കവേർഡ് ഇൻ സ്നോ. എന്താണ്? എന്ത് സ്നോയിലാണ് കവേർഡ് ആയിട്ടുള്ള? ബ്യൂട്ടിഫുള്ളി ആണോ, ബ്യൂട്ടിഫുൾ ആണോ, ബ്യൂട്ടി ആണോ, ബ്യൂട്ടിഫൈ ആണോ? അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ബ്യൂട്ടിഫുൾ സ്നോ. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇഫ് യു ആർ അണ്ടർ ദ വെദർ, യു ആർ ഫീലിംഗ് ഇൽ, ഫീലിംഗ് റിഫ്രഷ്ഡ്, എൻജോയിങ് ഗുഡ് ഹെൽത്ത്, വെരി ബിസി. ഇതോടെ യോജിക്കുന്നതാണ്. വെരി ബിസി ആയിരിക്കുമോ? വെദർ ഇത് യോജിക്കൂല. എൻജോയിങ് ഗുഡ് ഹെൽത്ത് ആയിരിക്കില്ല. ഇതിൽ ഫീലിംഗ് ഇല്ലോ ഫീലിംഗ് റിഫ്രഷ്ഡോ ആയിരിക്കും. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഫീലിംഗ് ഇല്ലാണ് വരുന്നത്. നെക്സ്റ്റ്, വി വിൽ സ്റ്റേ ഇൻഡോർസ് ഡാഷ് ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ്. നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കും. ഏതുവരെ? വൈൽ എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ വൈൽ, അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതല്ല. ഓൾദോ ആണോ? അല്ല. ഓൾദോ അല്ല. ബിക്കോസ് മഴ പെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഉള്ളിലിരിക്കുന്നത്, അതുകൊണ്ടല്ല. എന്താ? അണ്ടിൽ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. അണ്ടിൽ ഇറ്റ് സ്റ്റോപ്സ്, അതായത് മഴ റെയിൻ നിൽക്കുന്നത് വരെ, അണ്ടിൽ, അതുവരെ നമ്മൾ എന്തായിരിക്കും? വീട്ടിൻ്റെ